കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
അതായത് കൊക്ക കോളയ്ക്ക് വേണ്ടിയിട്ട് കുരയ്ക്കുന്ന വേട്ടനായ്ക്കളായിട്ട് ഇവർ മാറി എന്നുള്ളതാണ് ഈ ട്രേഡ് യൂണിയൻ കങ്കാണിമാർ. അതിൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞാൽ അതാണ്. 50-60 ഉറുപ്പിക്കാണ് ഒരു ടാങ്കർ ലോറി വെള്ളം കൃഷ്ണൻകുട്ടി കോളയ്ക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം വിറ്റു. മൈലമയ്ക്ക് അത് മനസ്സിലായി. മൈലമ അത് കുടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് രാത്രി ഫുള്ള് മദ്യസൽക്കാരം. പോയവനൊക്കെ ഛർദ്ദിച്ച് കിടക്കുകയായിരുന്നു. മൈലമൻ്റെ കൂടെ പോയവർ ഡൽഹിയിലേക്കാണല്ലോ. മാധ്യമങ്ങൾ, മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങൾ സപ്ലിമെൻ്റൊക്കെ എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ, എന്നെക്കുറിച്ചൊരു വാർത്തയും വരുന്നില്ല എന്ന് തോന്നിയാൽ തീർന്നില്ല കഥ. ഒരൊറ്റ സ്പ്ലിറ്റിന് ഇത് മതി എന്നാണ് ഞാൻ പറഞ്ഞത്. വാസ്തവത്തിൽ അതൊരു സമരസമിതി ഓഫീസല്ല, സമരപ്പന്തലല്ല, അത് കൊക്ക കോളയുടെ ഔട്ട്ലെറ്റാണ്. ആ പ്ലാച്ചിമടയുടെ കമ്പനി പടിക്കലുള്ള സമരസമിതിയുടെ സമരപ്പന്തൽ. അത് ജനതാദളിൻ്റെ യൂണിയനാണ്, HMS ആയിരുന്നല്ലോ. ജനതാദളിൻ്റെ യൂണിയനാണ് അതിനകത്ത് ശക്തം. എന്നുവെച്ചാൽ ഒന്ന്, ഏറ്റവും കൂടുതൽ ഈ കൊക്കക്കോളയുടെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞിട്ട് 10-20 പേരാണ് ഇവരുടെ സ്റ്റാഫുകൾ, ടെക്നിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. ബാക്കി മുഴുവനും ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ഒന്ന് അവർ സാറ്റലൈറ്റ് മാർഗം നിരീക്ഷിച്ചിട്ട് ഈ പ്ലാച്ചിമട തിരഞ്ഞെടുക്കുന്നത്. പ്ലാച്ചി ചെടിയുണ്ട്, പ്ലാച്ചി ചെടി അറിയോ? ആ ചെടി, അതിൻ്റെ ഇലകളിങ്ങനെ വട്ടം പോലെയുണ്ട്. അതിൽ ഇവിടെ ഇലയട ചൂടാനും മുമ്പൊക്കെ അത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ കഴിക്കാനായിട്ട് പ്ലാച്ചി ഇല കൊണ്ട് കൊടുത്തിട്ട് ചായപ്പിടിയിലൊക്കെ ഇഡ്ഡലി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. അതാണ് ഈ പ്ലാച്ചി എന്ന് പറയുന്നത്. അത് ഏറ്റവും ഭൂഗർഭ ജല സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ഫലഭൂയിഷ്ടമായ മണ്ണിലാണ് ഇത് ഉണ്ടാവുക. ഇങ്ങനെ നിറച്ചുണ്ടാകും ചെടിയായിട്ട് പ്ലാച്ചി. അതാണ് ഈ പ്ലാച്ചിമട എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് ഇത് നിറച്ചുണ്ട്. അങ്ങനെയാണ് ഇവർ ആ പ്രദേശം തിരഞ്ഞെടുക്കുന്നത്. പ്ലാച്ചിമടയിൽ എന്നോട് ചോദിച്ചെന്താണ് തൊഴിൽ സംരക്ഷണം. അവിടെ ഏറ്റവും ദളിതരും അധസ്ഥിത വിഭാഗങ്ങളാണല്ലോ. അപ്പോൾ അവിടെ കുറഞ്ഞ കൂലിക്ക് അധ്വാനം വാങ്ങാം. അപ്പോൾ അവിടെ കമ്പനി ജോലിയാണ്, നിങ്ങൾ പെർമനൻ്റ് ആവും, ഇപ്പോൾ 250 ഉറുപ്പിക കിട്ടുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വ്യാമോഹിപ്പിക്കണം. അപ്പം പൊതുവെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ട്രെൻഡ്, ഇപ്പോൾ നമ്മുടെ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. 50,000 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് വാങ്ങുന്നൊരു കാലഘട്ടമുണ്ട്, ട്രെൻഡ്. ആളുകളൊക്കെ ചെറുപ്പക്കാരൊക്കെ ആ കമ്പനി വരുന്നുണ്ട്, അവിടെ എനിക്ക് ഇവിടെ വന്ന് ഇതിനെ ചൂഷണം ചെയ്യാൻ വേറെ എന്ന് പറഞ്ഞ പോലെ ഈ കോള കമ്പനിയിൽ ജോലിക്ക്, അപ്പോൾ HMS ആണല്ലോ യൂണിയൻ, അവരുടെ യൂണിയനുകളാണ് മിക്ക ഇടങ്ങളിലുള്ളത്. ജനതാദളിൻ്റെ യൂണിയനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിറച്ച ആളുകളെ അവരെടുത്ത് വന്നിട്ട്, അപ്പോൾ അതായത് കൊക്ക കോളയ്ക്ക് വേണ്ടിയിട്ട് കുരയ്ക്കുന്ന വേട്ടനായ്ക്കളായിട്ട് ഇവർ മാറി എന്നുള്ളതാണ് ഈ ട്രേഡ് യൂണിയൻ കങ്കാണിമാർ. അതിൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞാൽ അതാണ്. അപ്പോൾ അവർ അപ്പോൾ ഈ ആളുകളെയൊക്കെ സ്വരുക്കൂട്ടണമല്ലോ, തൊഴിൽ നഷ്ടപ്പെടും, ജോലി ഇല്ലാണ്ടാവും, അതുകൊണ്ട് തൊഴിൽ സംരക്ഷണ സേന ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അതിൽ പ്രയോഗിച്ചത്. ഓരോ ട്രെൻഡ് ഉണ്ടാകുമല്ലോ, പുതിയൊരു സമരം ഉണ്ടാകുമ്പോൾ ഇതിനെ എങ്ങനെ പൊളിക്കണം, ഇതിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നമുക്ക് അത് ശിഥിലമാക്കേണ്ടത്, നശിപ്പിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള സ്വരുക്കൂട്ടലുണ്ട്. അതൊക്കെ നിൽക്കാനൊന്നും പോകുന്നതല്ലല്ലോ. നമ്മളിപ്പുറത്ത് അതിൻ്റേതായിട്ടുള്ള ഇടപെടലും ബോധവൽക്കരണങ്ങളും ഒക്കെ പറയുന്നുണ്ടല്ലോ. തൊഴിൽ വേണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ. അതിപ്പോൾ നിങ്ങൾക്ക് 57 മറ്റേ നമ്മുടെ കോഴിക്കോട് മാവൂരിൽ ഗോളിയറയൻസ് വന്നപ്പോൾ അത് അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട് മുതലാളിയുടെ താല്പര്യമാണ് അടച്ചു പൂട്ടേണ്ടത്. ആ അടച്ചു ഒരിക്കലും അവിടുത്തെ യൂണിയൻ കമ്പനി അടച്ചു പൂട്ടാൻ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധമോ യൂണിയൻ പറയുന്നില്ല. പക്ഷേ മുതലാളിക്ക് ഈ കമ്പനി അടച്ചു പൂട്ടണം, സമരം സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം. യൂണിയൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കമ്പനി അടച്ചു പൂട്ടാൻ പാടില്ല, തൊഴിൽ ഇല്ലാതാക്കാൻ പാടില്ല. കേട്ടോ? നടത്തി അത് പൂട്ടി. പേരാർക്കാണ്? സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണെന്ന്. ഇതെല്ലായിടത്തും ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക, ദല്ലാൾ ബൂർഷ്വാസി എന്ന് പറയും നമ്മുടെ ഭാഷയിൽ. ആ ദല്ലാൾ ബൂർഷ്വാസിയുടെ ചില ഗിമ്മിക്കുകളാണത്. കാരണം നിങ്ങളുടെ മേലെ ആ കുറ്റം ചാർത്തണമല്ലോ, എന്നാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതാണല്ലോ ഇവിടെ ഉണ്ടാക്കിയത്. നിങ്ങൾ സമരം ചെയ്തു, നമ്മൾ കമ്പനി പൂട്ടി, നിങ്ങൾ തൊഴിലെതിരായി.
പിന്നെ നഷ്ടപരിഹാരം വിധിച്ചു. ഇതെല്ലാം ഇവർ തമ്മിലുള്ള ഒരു താളവട്ടമാണത്. ഇപ്പം എന്താ ഞാൻ പറയുന്നത്, ഞാനൊരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും അത് ആർജവത്തോടെ പറയാനും അതിലൊരു നീതി പുലർത്താനും അതിലൊരു സത്യസന്ധത ഉണ്ടാവണ്ടേ. ഭൂമി എന്തുകൊണ്ട് പിടിച്ചെടുക്കുന്നില്ല? ഇവർ ഭൂമി പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് പലവട്ടം പറഞ്ഞിട്ട് അതിലൊരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു വിരസത ഉണ്ടാക്കിയെടുക്കാനാണത് ഉതകിയത്. നഷ്ടപരിഹാരം പറഞ്ഞു. എന്തുകൊണ്ട്? എത്ര ആളുകൾക്ക് ഇപ്പോൾ അക്കൗണ്ട് ചേർത്തു? അവിടെ ബാങ്കിൽ അക്കൗണ്ട് ചേർത്തു, പൈസ വരുമല്ലോ. ഓരോരുത്തരും കാത്തു നിൽക്കുകയാണ്, എനിക്ക് കിട്ടുന്നു. 216 കോടി ഉണ്ടല്ലോ. അത് ആളുകളുടെ പിന്നെ ഇത്തരത്തിലുള്ള എല്ലാ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്താൻ ഈ സാമ്പത്തിക ഓഫർ വെച്ചു. ഇപ്പോൾ കൃഷ്ണൻകുട്ടി ആരുടെ ഭാഗത്താ? ഒരു 250-60 ഉറുപ്പിക്കാണ് ഒരു ടാങ്കർ ലോറി വെള്ളം കൃഷ്ണൻകുട്ടി കോളയ്ക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം വിറ്റു. എത്ര പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും? നല്ല വെള്ളം എൻ്റെ തോപ്പിൽ നിന്ന്. അപ്പോൾ ചെലവും കൊടുത്ത് കോളയെ സംരക്ഷിക്കുകയും മറുഭാഗത്ത് ഞങ്ങൾ വലിയ സോഷ്യലിസ്റ്റുകളാണ്, ഞങ്ങൾ രാജ്യസ്നേഹികളാണ്, ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്ത ഡബിൾ ടാക്റ്റിക്കൽ അല്ലെങ്കിൽ ഡബിൾ ഏജൻറ്റ് പണികളാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. അല്ല, വിജയം എന്ന് കോള കമ്പനി അടച്ചു. അവൻ ചില ചൂഷണം. ഇപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയത് ശരിയാണോ, സ്വാതന്ത്ര്യം കിട്ടിയത് തെറ്റാണോ എന്ന് നിങ്ങളെന്നോട് ചോദിക്കും പോലെയാണ്. സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ. സ്വാതന്ത്ര്യം നമുക്ക് കിട്ടേണ്ട ആവശ്യം. ആർക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ് പ്രശ്നം. അതാണ് അംബേദ്കർ ഉന്നയിച്ചത്. അംബേദ്കർ രാത്രി, അല്ലേ, നിങ്ങളൊക്കെ വായിച്ചു കാണുമല്ലോ, അംബേദ്കർ രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രം ഒരു വിളക്ക് തെളിച്ച് അയാൾ പുസ്തകവും വായിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പുറത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിമർപ്പും. അപ്പോഴാണല്ലോ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്, സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് ശരിയാണ്, അത് ആർക്ക് കിട്ടി എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം കിട്ടിയവർ ആഘോഷിക്കുന്നു, പക്ഷേ എൻ്റെ ജനത ഉറക്കത്തിലാണ്, അതുകൊണ്ട് ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അംബേദ്കറുടെ മറുപടി ഉണ്ടല്ലോ, അതുതന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ എനിക്കും പറയാനുള്ളത്. അത് മൈലമ്മ ഈ ഡൽഹിയിലേക്ക് പോയി. സോണിയാഗാന്ധിയുടെ കയ്യിൽ നിന്ന് ഒരു ഫലകവും പിന്നെ 50,000 ഉറുപ്പികയാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അത് വാങ്ങാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അവിടെ പോയപ്പോൾ അങ്ങനെ പോയി ഇരുന്നു, സൽക്കരിച്ചു. കുടിക്കാൻ കൊടുത്തത് കൊക്കോ കോളയാണ്. മനസ്സിലായില്ല. അപ്പോൾ മൈലമ്മിൻ്റെ കൂടെ പോയ ചില ആളുകളുണ്ട്, അവരൊക്കെ ഇത് കുടിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത്, ഒന്ന് ഈ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തനി വേട്ടാവളിമാരാണ് കൂടെ അയച്ചു വിടുന്നത്. മൈലമ്മയ്ക്ക് അത് മനസ്സിലായി. മൈലമ്മ അത് കുടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് രാത്രി ഫുള്ള് മദ്യസൽക്കാരം. പോയവനൊക്കെ ഛർദ്ദിച്ച് കിടക്കുകയായിരുന്നു അത്ര. അവിടെ മൈലമ്മൻ്റെ കൂടെ പോയവർ ഡൽഹിയിലേക്കാണല്ലോ. ഇതാരാണ് ഈ സൽക്കാരം നടത്തിയത്, എന്തിനാണ് ഈ സൽക്കാരം നടത്തിയത്? എന്നിട്ട് മൈലമ്മ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാവരോടും മൈലമ്മ പറയും, ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഒരു ഷാജി എന്ന് പറഞ്ഞിട്ടൊരു പയ്യനൊക്കെ ഉണ്ടായിരുന്നു, അവനൊക്കെ കുടിച്ചിട്ട് ഛർദ്ദിച്ച് അതിൽ കിടക്കുകയായിരുന്നു അത്ര റൂമിൽ. നല്ല റൂമൊക്കെയാണ് എടുത്തു കൊടുത്തിരിക്കുന്നവർ. അവൻ മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരോടും പറയുന്നത്, എന്താ മൈലമ്മ കിടച്ചതെന്ന്, എന്ത് കിടക്കുന്ന, ഒരു മരക്കട്ടയും കിടച്ചു, 50,000 ഉറുപ്പിയും കിടച്ചു എന്ന് എല്ലാവരോടും പറയുന്നുണ്ട്, പത്രക്കാരോടും ഒക്കെ പറയുന്നുണ്ട്. അവർക്ക് അത്രയുള്ള ഒരു മരക്കട്ട, സത്യം തന്നെ അത്, ഒരു മരക്കട്ട കൊടുത്തു 50,000. അവർക്ക് എന്ത് ഈ സാധനം കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? ഈ 50,000 കിട്ടി. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ പ്രശ്നമാവുകയാണ്. പിന്നെ ഈ കോളയുടെ ഏജൻ്റായ രക്ഷാധികാരിക്ക് മൈലമ്മ ശുദ്ധഗതിയിൽ നിൽക്കുന്നവരാണ്. ഞാൻ പറഞ്ഞ 2 വിഭാഗം ഉണ്ടെന്ന് നിന്ന ആളാണ് ഇവർ. ഈ സമരത്തിന് എന്താ പറയുക, തുരങ്കം വയ്ക്കുക എന്നുള്ളതാണ്. സമരത്തെ മുന്നോട്ട് നയിക്കലോ സമരത്തെ ജനങ്ങളുടെ വിജയമാക്കി മാറ്റലോ അല്ല ഇവരുടെ ഉദ്ദേശം. കോളയ്ക്ക് വേണ്ടി, കോളയ്ക്ക് അനുകൂലമാക്കി മാറ്റുകയും സമരരംഗത്ത് നിൽക്കുന്ന ജനങ്ങളെ നിർജ്ജീവമാക്കിയെടുക്കുക എന്നുള്ള പണിയാണ് ഇവർ നിരന്തരം അത് തുടക്കത്തിൽ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നടന്നില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ മാറിയപ്പോൾ അത് വളരെ മനോഹരമായിട്ട് അത് നിർവഹിക്കാൻ പറ്റി.
അപ്പോൾ എല്ലാ ശത്രുവിനെയും കൂട്ടി സമരപന്തലിൽ കൊണ്ടുവന്നിട്ട് മിക്സറാക്കി. അതാണ് അതിൽ ഉണ്ടായ വിഷയം എന്നാണ് ഞാൻ പറഞ്ഞത്. മൈലമിക്ക് കോള പോകണം എന്നല്ലാണ്ട് അവർക്ക് ഒന്നും പറയാനൊന്നും അറിഞ്ഞുകൂടാ. കോള പോകണം, കോളയ്ക്കെതിരാണ് നമ്മൾ, അത്രേ അവർക്ക് അറിയുള്ളൂ. പക്ഷെ മാധ്യമങ്ങൾ, മാതൃഭൂമി പോലുള്ള പിന്നെ മാധ്യമങ്ങൾ സപ്ലിമെൻ്റൊക്കെ എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ, എന്നെക്കുറിച്ചൊരു വാർത്തയും വരുന്നില്ല എന്ന് തോന്നിയാൽ തീർന്നില്ല കഥ. ഒരൊറ്റ സ്പ്ലിറ്റിന് ഇത് മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ വരുന്നു, പുസ്തകങ്ങൾ രചിക്കുന്നു. പുസ്തകമൊക്കെ രചിക്കണം, വേണ്ടെന്നല്ല പറഞ്ഞ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കോളയ്ക്ക് വേണ്ടിയിട്ട് സേവ ചെയ്യലാണ് പുസ്തകരചനകൾ. നമ്മൾ ഈ രക്തസാക്ഷികളെ വിറ്റ് വോട്ടും പണവുമാക്കുക എന്ന് പറയും ഇല്ലേ? രക്തസാക്ഷിയെക്കുറിച്ച് പുസ്തകമൊക്കെ വേണം, പക്ഷേ ഇത് വോട്ടും പണവുമാക്കി ഇതിന് വിറ്റ് വിലയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതാണ് മൈലമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ. പിന്നെ ചില്ലറ ദൗർബല്യങ്ങളാണല്ലോ മനുഷ്യർ. ആ ദൗർബല്യങ്ങളെ സമരസമിതിയല്ലേ കൂട്ടിയിണക്കി കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ രണ്ടാളും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു വലിയ ശത്രുവിനെ നേരിടാൻ നമ്മളുടെ പ്രശ്നങ്ങളെ മറന്ന് നമ്മൾ ഒന്നിച്ച് ചേരണ്ടേ? അതിന് പകരം അവൻ്റെ അജണ്ട, കൊക്കോകോളയുടെ അജണ്ട, ഈ കോർപ്പറേറ്റ് അജണ്ടയാണ് സമരസമിതിയിലേക്ക് രക്ഷാധികാരിയിലൂടെ കടത്തിക്കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ സമര സഹായ സമിതിയിലൂടെ കടത്തിക്കൊണ്ടുവരുന്നത്. ആ കടത്തിക്കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും നേർസാക്ഷ്യമാണ് ഇന്ന് ഈ കൊക്കോകോളയുടെ പ്ലാച്ചിമടയുടെ ചുടലക്കളം പോലെ കിടക്കുന്നൊരവസ്ഥ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വാർഷികങ്ങൾ കൊണ്ട് അവിടെ ഇങ്ങനെ അലങ്കരിക്കുന്ന കാണാം. എന്താ അതിൻ്റെ അർത്ഥം? മരിച്ച ആളോടുള്ള ആദരവ് വരുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ലക്ഷ്യത്തിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. ഇവിടെ എന്തിനാണ് അനുസ്മരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത്? കൊക്കോകോളയാണ്. അതായത് നിങ്ങൾ ഇവിടം വിട്ടുപോകരുത്, നിങ്ങൾക്ക് എന്താണ് മാസപ്പടി അല്ലെങ്കിൽ സമരച്ചെലവ് എഴുതിയെടുത്തോളൂ, നമ്മൾ തന്നിരിക്കുന്നു. നിങ്ങൾ വിട്ടുപോയാലോ മറ്റാരെങ്കിലും വരും. വരാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ കാവൽ നായ്ക്കളായിട്ട് ഇവിടെ തുടരണം സമരസമിതിയെ എന്ന് പറഞ്ഞിട്ടാണ് സെക്യൂരിറ്റി ആക്കിയിട്ട് രക്ഷാധികാരിയെ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ഒരു വർഷം, അതായത് നമ്മളൊരു സമരം നടത്തുമ്പോൾ സമരത്തിനൊരു പരിസമാപ്തി ഉണ്ടല്ലോ, ഒരു ഫൈനൽ ഉണ്ടല്ലോ ഏതിനും. അത് കളിയെടുത്താലും ശരി, ഇനി വിളയെടുത്താലും ശരി, എന്തിനും ഒരു ക്രോപ്പ് എടുക്കലുണ്ടല്ലോ, ഒരു ക്ലോസിംഗ് ഉണ്ടല്ലോ. ഇനിയിപ്പം നമ്മളൊക്കെ മാർച്ചായി കഴിഞ്ഞാൽ ബാങ്കിൻ്റെ കണക്ക് എടുപ്പുണ്ടല്ലോ ആ കൊല്ലത്തെ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഉണ്ടാവും. സമരത്തിനും ഉണ്ടത്. ഇപ്പോൾ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സമരമല്ല, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമല്ല, കുറച്ചു കാലം നീട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ അനിശ്ചിതമായി നിന്നുപോയി, അല്ലെങ്കിൽ ഒരു വർഗസമരം പോലും അതിനൊരു ലിമിറ്റുണ്ട്, ഒരു ക്രോപ്പിങ്ങിനുള്ള സമയമുണ്ട്. എന്നതുപോലെ ഈ സമരത്തിന് ഞങ്ങൾ തിട്ടൂരം പറയാണ് കേട്ടോ, ഞങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വെച്ച കാര്യം പറയാണ്. ഒരു ഒറ്റ വർഷം സമരത്തിൻ്റെ വാർഷികത്തോടുകൂടി ഫിനിഷ് ചെയ്യണം എന്നാണ് ഞങ്ങൾ. അതിനുള്ള വർക്കാണ് ഈ ഗ്രൗണ്ട് വർക്ക്. അപ്പോൾ ഈ ആളുകളെ സജ്ജമാക്കണ്ടല്ലോ, നമ്മൾ മാത്രം ഇരുന്നുകൊണ്ട് തീരുമാനം കൊടുത്ത് നമ്മൾ തയ്യാറാണെന്നുള്ളത് കൊണ്ട് ജനങ്ങൾ തയ്യാറാവണമെന്നില്ല. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു ഇടപെടലുകൾ, ആ നിലയ്ക്കുള്ള ആവേശവും അവർക്കുണ്ടായിരുന്നു, ആ വർഗരോഷവും ഉണ്ടായിരുന്നു കോളയോട്. അത് അവരുടെ അനുഭവമാണ്. അതിനെയാണ് ഇവർ തകർത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആർക്ക് വേണ്ടി തകർത്തു? കോളയ്ക്ക് വേണ്ടി തകർത്തു. കോള എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതെല്ലാവർക്കും അറിയാവുന്ന ലോകത്തെ വലിയ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരനല്ലേ, രാജ്യാന്തര കൊള്ളക്കാരനല്ലേ. അവർക്ക് പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, മന്ത്രിസഭകളുണ്ട്, ജനങ്ങളുണ്ട്, അല്ലേ, സർക്കാർ, എല്ലാവരും അവരുടെ പോക്കറ്റിലാണ്. അതിൻ്റെ തെളിവല്ലേ ഇപ്പോൾ ഇതുകൊണ്ട് എത്തിച്ചത്. അവർക്ക് ആവശ്യം മാത്രമല്ല, ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ നഷ്ടപരിഹാര കഥയുണ്ടല്ലോ, ആദ്യമൊക്കെ ഇതിനെ എതിർത്ത ആളാണ്. നഷ്ടപരിഹാരമൊന്നും നമ്മൾ വെക്കണ്ട. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും പോയിട്ടല്ലേ, ഇവിടുന്ന് കമ്പനി അവരുടെ മെഷീനറി കൊണ്ടുപോകുന്നതിന് മുമ്പ് കൊണ്ടുപോകാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ വെച്ചത്. മനസ്സിലായോ? ഇവിടെ വെച്ച് തീർപ്പുണ്ടാക്കണം. അതാണ് നമ്മൾ കമ്പനി പടിക്കൽ വെച്ച് വേണം അത് തീർപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞത്. ഈ രാത്രിക്ക് രാത്രി ഈ കമ്പനിയിലെ ഈ സാധനത്തിനെ ഈ ബോർഡർ കടത്തിവിട്ട ആളാണ് രക്ഷാധികാരിയും സംഘവും. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ അത് കടന്നു പോകാൻ അവർ കഴിഞ്ഞ രാത്രി എങ്ങനെ കഴിഞ്ഞു ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ മൂന്നാളും കൂടെ ഒരു തീരുമാനം എടുക്കുന്നു, നമ്മൾ കണ്ണിൽ ഒഴിച്ചിരിക്കുമ്പോൾ നമ്മളെ കബളിപ്പിച്ചിട്ട് ഇദ്ദേഹം പോയിട്ട് അവരെ രാത്രി പൈലറ്റായി പോയി കടത്തി വിട്ടാലോ?
അങ്ങനെ ചെയ്താണ് ഇതിൻ്റെ വഞ്ചന എന്ന് നമ്മൾ പറയുന്നത്. എന്നിട്ട് നഷ്ടപരിഹാരത്തിന് ഇങ്ങനെ നടക്കുകയാണ്. എവിടെ പോയി നടക്കുന്ന, ആരോട് നടത്തുന്നു, ആര് തരാനാണത്? അതാണ് ഭോപ്പാലിൻ്റെ കാര്യം, വാതക ദുരന്തത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞത്. ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഇവരോട്ട് കൊടുക്കാനും പോകുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി സ്മൂത്തായിട്ട് ഇത്തരം ചാരന്മാരെ സമരസമിതിയിൽ നിയോഗിച്ചത് വെറുതെയല്ല. എന്നിട്ട് അതിർത്തി കടത്തി തമിഴ്നാട്ടിലേക്ക് വിട്ടു. ഇനിയിപ്പോൾ ഇവിടെ എന്തുണ്ട്? ശ്മശാനം പോലെ ആ ഭൂമിയോ? അതിപ്പോൾ വേറെന്തോ സംസ്കരണവും മറ്റു സർക്കാരിന് കൊടുത്തു. വെറും തുച്ഛം ഭൂമി. അവിടുത്തെ പാവപ്പെട്ട പിന്നെ കാട്ടുകൃഷിക്കാരുണ്ടായിരുന്നു അന്ന്. അവിടുത്തെ പരുത്തി, നിലക്കടല, തൊമര ഇതൊക്കെ കൃഷി ചെയ്തിരുന്ന പ്രദേശമാണത്. 1 ഏക്കർ, 1 ഏക്കർ, 5 ഏക്കർ, 3 ഏക്കർ, 50 സെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വെറുതെ ചെറിയ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചെടുത്താണ്. അതിപ്പോൾ എന്താ, ഇത് ഒരു വ്യക്തിയോടല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അയാൾ രക്ഷാധികാരി എന്ന നിലയ്ക്കുള്ള അതല്ല പറയുന്നത്. ആര് രക്ഷാധികാരിയായി ആ നിലപാടുകളാണ് ഞാൻ പറയുന്നത്. ആ നിലപാടുകൾ ആരുടെ വർഗ താല്പര്യത്തെയാണ് സേവിക്കുന്നത് എന്നുള്ളതാണ് ആ നിലപാടുകളാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാണ്ട് ഇപ്പോൾ അയാളോട് എനിക്ക് കണ്ടുകൂടായ്മ കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ സ്നേഹം കൊണ്ടോ പറയുന്നതൊന്നും അല്ലത്. ഇനിയിപ്പോൾ ഞാനാണ് നാളെ കോളയുടെ ഏജൻറ്റായാൽ നിങ്ങൾ എന്നെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്, തർക്കമൊന്നുമില്ല അതിൽ. അത് വേണ്ടേ? ഒരു ജനതയാണ് പറ്റിക്കുന്നത്, ഒരു സമൂഹത്തിനെയാണ്. അതും ലോകോത്തര നിലവാരമുള്ള ഒരു സമരത്തെയാണ് ഇമാതിരി തകർത്ത് തരിപ്പണമാക്കിയത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അഭിപ്രായവും നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. 100ൽ 99% ആ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയില്ലേ? എന്താ കാരണം? ഈ ഇടപെടൽ കൊണ്ടാണ്. അതിൻ്റെ ഇരയാണ് മൈലമ്മ, നമ്മുടെ സ്വാമിനാഥൻ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഇരകളായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് 99.4%. അന്ന് 100% ആളുകൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ മാതിരി രാത്രി അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസവും നമ്മൾ അവർക്ക് വേണ്ടിയും അവർ നമുക്ക് വേണ്ടിയും നിലകൊള്ളുമെന്നുള്ള ഒരു താല്പര്യം, ഒരു വിശ്വാസമുണ്ട് അതിൽ. ഇത് കോളയ്ക്കെതിരാണെന്നുള്ളത് ഇപ്പം അതല്ല, അത് എല്ലാവർക്കും അറിയാൻ തുടങ്ങി. ഇത് കള്ളനാണ്, ഇയാൾ കള്ളനാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നത്. ഇപ്പം അയാളെ കൊന്നു കളഞ്ഞു, എന്താ ഇപ്പോൾ ഉണ്ടാകുക അതിൽ? നാളെ വേണമെങ്കിൽ കൊക്കക്കോളം തന്നെ അയാളെ കൊല്ലും. സമരപ്പന്തൽ തീ കൊടുത്തവരാണ് ഇവർ. ഒരിക്കൽ സമരപ്പന്തൽ കത്തിച്ചു. നമ്മളൊരു സമരം എന്ന് പറയുമ്പോൾ സുഹൃത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥലം, കാലം, സമയം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമുക്കതിനെ വിജയത്തിലേക്ക് എത്തിക്കാനും ആത്മവിശ്വാസത്തോടെ ചേർന്ന് നിൽക്കാനും മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. അവിടെ പോലീസ് എന്ന് പറഞ്ഞാൽ കിടുകിടാന്ന് വരയ്ക്കുന്ന ഒരു കാലമുണ്ട് ഈ സമയത്തൊക്കെ. കാരണം ആ ജനതനെ മെരിഞ്ഞ് ഉപകരണങ്ങളാക്കിയിട്ട് ഈ കക്ഷി രാഷ്ട്രീയക്കാൾ ചൂഷണം ചെയ്തതിൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞു. പോലീസ് ഇവിടെ നിന്ന് SIO മറ്റേ ആയിട്ടുള്ളൊരു കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ്, ഒരു തോമസോ അങ്ങനെ ഒരു പറയുന്ന. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം, നമ്മളാരാണെന്നറിയില്ല, എന്തോ നക്സലൈറ്റുകളൊക്കെ ഇതിലുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ സമരപന്തലിൽ പോയിട്ട് വൈകുന്നേരം അവിടെ എത്തി സമരപന്തലിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾ ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ വർത്തമാനം പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കത്തി ആളിപ്പം കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ. അപ്പോൾ ഇയാൾ നേരെ സമരപന്തലിൽ വന്നു. ഇവിടെ വരൂ പറഞ്ഞു. വേണ്ടിയിട്ട് എന്താ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പോലീസിനെ കണ്ടാൽ തന്നെ നമുക്കൊരു ഇഷ്ടക്കുറവുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു എന്തേന്ന് ചോദിച്ചു. അല്ല പേരെന്താണെന്ന് ചോദിച്ചു. താങ്കളുടെ പേരെന്താണെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. കുറച്ച് പ്രായമൊക്കെ ഉള്ള മനുഷ്യനാണ്. അത് അങ്ങനെ 1-2 പറഞ്ഞ് ഭയങ്കര തർക്കമായി, ഭയങ്കര പ്രശ്നമായി. അപ്പോൾ പോലീസിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാമല്ലേ? അങ്ങനെയാണ് ഞങ്ങളൊക്കെ അവിടെ ഇതാകുന്നത്. അയ്യോ ശിവൻകുട്ടിയേട്ടനെല്ലാം அந்த പോലീസുകാരനെ എപ്പിടിയെല്ലാം തിട്ടത് എന്ന് ഞാൻ പറഞ്ഞ ചെറിയൊരു കാര്യമാണ്. ഇതിങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെ മുഴുവനും ഈ കാലാകാലങ്ങളായിട്ട് ഈ ഈച്ചയെ കൂടം കൊണ്ട് തല്ലുന്ന പോലെ തല്ലി ഒതുക്കിയും കക്ഷി രാഷ്ട്രീയക്കാർ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. പേടിപ്പിച്ച് അവരുടെ സർഗാത്മകതയും അവരുടെ വർഗരോഷവും അവരുടെ വിപ്ലവാത്മകതയും ഒന്നും തന്നെ പുറത്തെടുക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ഈ എന്താ പറയുക തടവിലാക്കിയിരിക്കുകയാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇപ്പിടി ഇരിക്കാ
இந்த மாதிரி பேசலாമല്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥ അവരിലുണ്ടായത് അത് നമുക്കും കൂടെ ഒരു വലിയ പിന്നെ പാഠമാണത്. അതാണ് അവിടുത്തെ ജനം. അപ്പോൾ ജനങ്ങൾ അല്ല കുഴപ്പം, നേതൃത്വങ്ങൾ തന്നെയാണ് തകരാറ്. ഞാൻ പറഞ്ഞില്ല, സമരസമിതി പുറത്തും അകത്തും സമരം ചെയ്യുന്ന പണിയുണ്ടാവുന്നതാണ്. ഡബിൾ സ്ട്രെയിനാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ കുറേ പേരുണ്ട് സമരസമിതിയിലും പുറത്തും ഒക്കെ. ഇപ്പോൾ സായിബാബയ്ക്കോടെ വരണമെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്കറിയാലോ. അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരുന്നതൊക്കെ തന്നെ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇടപെടുന്നത്. നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിൽ 1 ഇയറിൽ അത് തീരുമാനമാക്കണമെന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടല്ലേ. അത് സാധിക്കുമായിരുന്നു ഇതിനെ പൊളിച്ചില്ലായിരുന്നെങ്കിൽ. കോളേജിൽ അവിടെ പോയിട്ട് തകർക്കാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷെ ഇത് ജീവിതകാലം മുഴുവനും കുഷ്ഠരോഗി എപ്പോഴും തൻ്റെ രോഗം, തൻ്റെ വ്രണം മുറിവടിച്ച് കെട്ടി വൃത്തിയായി അതിനെ ഉണക്കണം, അതിന് ചികിത്സിക്കണം, അതിന് മരുന്ന് കഴിക്കണമെന്ന് കുഷ്ഠരോഗി ചിന്തിക്കുമോ? ഈ വ്രണം കാണിച്ച് കൈ നീട്ടി കാശ് വാങ്ങി ചാപ്പിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇതുതന്നെയാണ് ഈ കൊക്കക്കോളയിലും ഈ വ്രണിതമായ ഈ മുറിപ്പാട് കാണിച്ച് അല്ലെങ്കിൽ ഇതിനെ കാണിച്ചിട്ട് തുട്ടുണ്ടാക്കി ഉപജീവന മാർഗം നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതിൽ കവിഞ്ഞ് ഈ ജനങ്ങളോടോ അവർ ആഗ്രഹിക്കുന്ന അവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചിട്ടല്ല ഈ സമരസമിതി, ഇവരുടെ സങ്കുചിത താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് അവരുടെ വർഗ താല്പര്യത്തെയും അവരുടെ സമരാവേശത്തെയും രോഷത്തെയും ഒക്കെ തന്നെ ഇവർ ഇതിന് വളമാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പോക്കറ്റടിക്കാരൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഒരു കൃത്രിമമായ തിരക്കുണ്ടാക്കും. എന്താണ് ഉദ്ദേശം? തിരക്കുണ്ടാക്കി നിങ്ങളുടെ ശ്രദ്ധ മാറുമ്പോൾ പോക്കറ്റടിക്കുക. അത് നിങ്ങളിനി അയാളെ തല്ലിക്കൊന്നാലും അയാളുടെ സർഗാത്മകത അയാൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അയാളുടെ അടുത്ത് ആരെങ്കിലും വർത്തമാനം പറയാൻ പോവുക. ഇങ്ങനെ കുറേ ഉപജാപകക്കാരുണ്ട്. ഇത് ഒരു വ്യക്തിയല്ല ഞാൻ പറയണത്, ഇതുപോലെ കുറേ ആളുകളുണ്ട്. ആ ആളുകളുടെ പിന്നെ പിന്നെ എന്താ പറയുക, ഒരു സർഗാത്മക സ്വഭാവം ഇത് തന്നെയായിരിക്കും. അങ്ങനെയുള്ളവരല്ലേ ചേരുള്ളൂ. ഇപ്പോൾ പാർലമെൻറ്റ് പാർട്ടികൾ അവരൊക്കെ ഒന്നിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരേ താല്പര്യമായിരിക്കും അവർക്കൊക്കെ, ഇല്ലേ? അതുപോലെ തന്നെയാണ് ഇവരുടെയും താല്പര്യങ്ങൾ. ആളുകളൊക്കെ പേര് കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും. തോമസ് കോച്ചേരി, നീലകണ്ഠൻ നമ്പൂതിരി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവം തന്നെയാണ് അവർ. പക്ഷെ അവരുടെ താല്പര്യം എന്തെന്നാണ് ചോദിക്കുന്നത്. അത് ഓരോന്നിലൂടെയാണ്. അതാണ് ഞാൻ പിന്നെ വേൾഡ് സോഷ്യൽ ഫോറം ഉൾപ്പെടെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന കാര്യത്തിൽ ഒക്കെ ഈ ആദിവാസിയേക്കാൾ വലിയ ആളുകളല്ലേ ഇവർ, അറിവിലും പഠിപ്പിലും വിദ്യാഭ്യാസത്തിലും ലോകസഞ്ചാരത്തിലുമൊക്കെ. അതൊന്നും അവിടെ അപ്രസക്തമാണ്. അവിടെ ഒരു ആദിവാസി ഉണ്ടായ അവർക്ക് വലിയ ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ ഇവരുടെ വേദികളിൽ കൊണ്ടിരുത്തുന്നത്. അല്ലാതെ ആദിവാസിയോടുള്ള സ്നേഹക്കൂറ് കൊണ്ടാണോ? അല്ല. ഇതാണ് അതിലൊക്കെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം അവിടെ മേധാ പട്കർ വന്നു, വന്ദന ശിവ വന്നു, വില കൂടിയ കാറിലും വിമാനത്തിലും ഒക്കെ വന്ന് ഇറങ്ങിയവരാണ്. ലോക ജല സമ്മേളനം നടന്നു. മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാത്തവരാണ് ആദിവാസികൾ. ആ ഓലപ്പരിയിൽ മൂത്രമൊഴിക്കാൻ ഇടമില്ലാത്ത ഇടത്താണ് ആ കോടി കണക്ക് ഒരുപക്ഷെ സുഹൃത്തിൻ്റെ ഉണ്ടാവും. അവിടെ ചിലവാക്കിയ ലോക ജല സമ്മേളനത്തിന് ചിലവാക്കിയ കണക്ക് എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വന്നത്. എന്തിനാണത്? ഈ സമരത്തെ ലക്ഷ്യരഹിതമായിട്ട് നയിക്കുക എന്നുള്ളതാണ്. സമരത്തെ ലക്ഷ്യരഹിതമായിട്ട് നയിക്കുക. ഇപ്പോൾ ആദിവാസി പ്രശ്നം, ആദിവാസികളുടെ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആദിവാസി സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലേ? CPM 2 സംഘടനയുണ്ട്. ഒന്ന് AKSഉം PKSഉം. ആദിവാസി ക്ഷേമ സമിതിയുണ്ട്, പട്ടികജാതി ക്ഷേമ സമിതിയുണ്ട്. പട്ടികജാതി ക്ഷേമ സമിതിക്കാർക്ക് കോളനിയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല, ആദിവാസികൾക്ക് അവരുടെ ഊരിൽ നിന്നും പുറത്തു പോകാൻ പറ്റില്ല. ആ പരുവത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇത് അവർ തന്നെ ഉണ്ടാക്കും, അവർ തന്നെ ഇതിനെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അവരുടെ കാര്യം വട്ടപൂജയാണ്. ഇത് തന്നെയാണ് ലോകജല സമ്മേളനത്തിലും മേധ വന്നപ്പോഴും വന്ദനാശിവ വന്നപ്പോഴും എല്ലാ കള്ളന്മാരെയും കൊണ്ടാണ് അവിടെ അണിനിരത്തിയത്. തദ്ദേശീയ ജനതയ്ക്ക് അവിടെ എന്താ പണി? നിങ്ങൾ അവരെയല്ലേ ഉപകരണമാക്കി ആയുധമാക്കി മാറ്റേണ്ടത്, മൂർച്ചയുള്ള ആയുധമാക്കിയിട്ട് മാറ്റേണ്ടത് തദ്ദേശീയ ജനത തന്നെയാണ്. അതാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതവർക്ക് മനസ്സിലായി.
അന്ന് എതിർത്ത് നിന്ന CPM അതിൻ്റെ മേധയുടെ കൂടെ കൂടുന്നു, എതിർത്ത് നിന്ന ജനതാദളും അതിൻ്റെ കൂടെ കൂടുന്നു, കോൺഗ്രസും അതിൻ്റെ കൂടെ കൂടുന്നു, BJPയും അതിൻ്റെ കൂടെ കൂടുന്നു. ഇവരൊന്നും പിന്നെ കൂടണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്, എന്ത് ലക്ഷ്യമായിരുന്നു നിങ്ങൾക്ക്? മനസ്സിലായോ? ഭൂമി പിടിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ജനങ്ങളെ തിരട്ടണ്ടേ? ജനങ്ങളെ തിരട്ടിയിട്ട് വെടിവെക്കും, ലാത്തി ചാർജ് ചെയ്യും, ഒക്കെ ഉണ്ടാവും. അതിന് ബീറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ്, ഒരു ഭൗതിക ശക്തി നമ്മുടെ മനസ്സിനകത്ത് രൂപം കൊള്ളണം. അപ്പോൾ പിന്നെ നമുക്ക് ഒരു വിഷയമല്ല. ഇത് നമ്മൾ പറഞ്ഞാൽ അവർ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യും, കേസെടുക്കും, അവരൊക്കെ ടെററുകളാണെന്ന് പറയുന്ന ആളുകളാണ് ഈ പാവപ്പെട്ട ആളുകളെ തിരക്കിയിട്ട് അവിടെ കൊണ്ടുവന്നത്. ഏത് ആളുകളെ? ആ മരിച്ചുപോയ മുത്തിയമ്മനെ കൊണ്ടുപോയിട്ടോ? വെറുതെ ചുമ്മാ. അത് ഞങ്ങൾ ഇപ്പോഴും കോളയുടെ പുറകിലാണ്, കോളയ്ക്കെതിരാണ് എന്ന് ഇടയ്ക്കിടെ ജനങ്ങളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തണ്ടേ? ഇലക്ഷൻ വരുമ്പോൾ ജനാധിപത്യ വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് കേൾക്കുന്ന അതിന് മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും ജനാധിപത്യം എന്നുള്ള വാക്ക് കേൾക്കുമോ? ജനാധിപത്യ വിശ്വാസികളെ എന്നുകൊണ്ടാണ് നിങ്ങളുടെ വില കൂടിയ വോട്ടുകൾ ഞങ്ങൾക്ക് രേഖപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാലോ ജനവുമില്ല, ജനാധിപത്യവും ഇല്ല, ഒന്നുമില്ല. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളും. അതുതന്നെയാണ് ആ പ്ലാച്ചിമടയിലെ ഭൂമി പിടിച്ചെടുക്കണമെങ്കിൽ ഭൂമി പിടിച്ചെടുക്കണം. ഭൂമി ജനങ്ങളുടെയാണ്, പിടിച്ചെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കട്ടെ. അതിനു മുമ്പേ ഇവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കോള. സമര നേതൃത്വത്തിന് കോള പിടിച്ചു വെച്ചിരിക്കുകയാണ്. പാമ്പിൻ്റെ വായിലെ തവള പോലെ എന്ന് പറയില്ലേ? ആ തവളയെ കടന്നിട്ട് പിന്നെ അതിലൊരു ചിത്രശലഭത്തിനെയും കൂടി ചാപ്പിടാതെ നിൽക്കുന്നാലോ? ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളും ഏങ്കോണിപ്പുകളും പിന്നെ കലുഷിതമായ അവസ്ഥയും ഉൾപ്പിരിവുകളും അന്തഛിദ്രങ്ങളും അതിൻ്റെ മുന്നേറ്റവും അതിൻ്റെ പിന്നേറ്റവും ഒക്കെ ഇതിനകത്തുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ അല്ലെങ്കിൽ തിരിയണം. ജനങ്ങൾ, ഞാനിതൊക്കെ സൂചിപ്പിക്കപ്പെടുന്നത് ഒരു സമരത്തിൽ ഉണ്ടാക്കുന്ന പിന്നെ സമര ആഭാസങ്ങൾ, പിന്തിരിപ്പൻ നിലപാടുകൾ, കോർപ്പറേറ്റുകളുടെ തന്നെ ചാരപ്പണി നിർവഹിക്കുന്ന സമരസമിതി അംഗങ്ങൾ, വഴിപഴച്ച തെറ്റായ സമര രീതികൾ. സമരം ചെയ്യുമ്പോൾ നമുക്കൊക്കെ തെറ്റ് പറ്റും, പക്ഷേ അത് നമ്മൾ തിരുത്തും. കാരണം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് വഴിതെറ്റിയാൽ നമ്മൾ തിരിച്ചു വന്നിട്ട് മുന്നോട്ട് പോകും. പക്ഷെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ വഴിയെ തെറ്റിക്കാൻ വേണ്ടി ഞാൻ നിന്നാലോ? നിങ്ങൾ പക്ഷെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് വളഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തും. പക്ഷേ ഇത് വളയാൻ വേണ്ടി മാത്രം നിൽക്കുകയാണ്, തെറ്റിക്കാൻ വേണ്ടി മാത്രം നിൽക്കുകയാണ്, വഴിപഴിപ്പിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സമരസമിതിയിൽ നിന്ന് എന്ത് ഡിമാൻഡാണ് ഇവർ അവിടെ നടപ്പിലാക്കിയത്? എന്താണ് അവിടെ നടപ്പിലാക്കിയത്? ഇവർ പറയാൻ കമ്പനിക്ക് വേണ്ടിയാണ് കമ്പനി പൂട്ടിയത്. അതിൽ രണ്ട് കാര്യമാണ്. ഒന്ന് ഭൂമിയുടെ കാര്യവും, രണ്ട് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യവും. രണ്ടും ഉണ്ടായോ? ഇനി നഷ്ടപരിഹാരം വന്നാൽ തന്നെ അവിടുത്തെ ഏത് ആദിവാസിക്കാണ് ഭൂമി നഷ്ടം കിട്ടാൻ പോകുന്നത്? അപ്പോൾ ഇതൊക്കെ അപ്രായോഗികമായ കാര്യങ്ങളെ വിദണ്ഡവാദം പറഞ്ഞ് കാലം താണ്ടുക. അവിടെ ഒരു സ്മാരകം പോലെ കെട്ടിവെച്ചിട്ടുണ്ട് സമരപ്പന്തൽ. ഇനി അവിടെ ഒരു ക്ഷേത്ര പൂജാരിയും രക്ഷാധികാരിയുടെ ഒരു ബിംബവും കൂടെ വെച്ച് കഴിഞ്ഞാൽ വരുമ്പടി ഉണ്ടാക്കാം. കാരണം പൊള്ളാച്ചിക്ക് പോകുന്നതിന് വരും കാശിട്ടിട്ട് പോകും. അതിന് പറ്റും. കൊക്കക്കോള വിരുദ്ധ സമരസമിതിയുടെ സമരപ്പന്തലിൽ മറ്റൊരു സന്ദർഭത്തിൽ പിന്നെ മാതാമൃതാനന്ദമയി, ശങ്കരാചാര്യർ, വിവേകാനന്ദൻ, ശ്രീബുദ്ധൻ, ഇവരുടെയൊക്കെ ഫോട്ടോകൾ ഇങ്ങനെ വയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ഇത് എന്ത് മെസ്സേജാണ് ആളുകൾക്ക് നൽകുന്നത്, അല്ലെങ്കിൽ സമരക്കാർക്ക് നൽകുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകുന്നത് എന്ന് വലിയ വിമർശനങ്ങൾ അതിന് ഉണ്ടാവുകയാണ്. പിന്നീട് അത് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ സമര പന്തലിനെ തന്നെ ഒരു കോളയുടെ ഔട്ട്ലെറ്റ്, വാസ്തവത്തിൽ അതൊരു സമരസമിതി ഓഫീസല്ല, സമരപ്പന്തലല്ല, അത് കൊക്കക്കോളയുടെ ഔട്ട്ലെറ്റാണ്. ആ പ്ലാച്ചിമടയുടെ കമ്പനി പടിക്കലുള്ള സമരസമിതിയുടെ സമരപ്പന്തൽ. അവിടെ നടക്കുന്നതും മുഴുവനും അതാണ്. എല്ലാ കാലത്തും ഇതൊരു പിന്നെ ജനങ്ങൾക്കിതൊന്നും അറിഞ്ഞുകൂടാ. ശങ്കരാചാര്യരാരാണെന്നോ, വിവേകാനന്ദൻ ആരാണെന്നോ, ബുദ്ധൻ ആരാണെന്നോ, പിന്നെ മാതാമൃതാനന്ദമയി ആരാണെന്നോ, ഇതെല്ലാം
ബുദ്ധൻ ഇതിന്നൊക്കെ വ്യത്യസ്തമാണ്, ഭിന്നനാണല്ലോ. ബുദ്ധൻ ചോദ്യം ചെയ്യുന്ന ആളാണ്, ഉത്തരങ്ങൾ നൽകുന്ന ഒരാളാണ്, അന്വേഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്, സത്യമാർഗിയാണ്. ശങ്കരാചാര്യനെയും ഇവരെയൊക്കെ അമൃതാനന്ദമയൊക്കെ ഇതിലൂടെ കൂട്ടിക്കെട്ടുന്ന സമര സമിതിയുടെ അല്ലെങ്കിൽ സമര നേതൃത്വത്തിൻ്റെ മസ്തിഷ്കം ആരുടെയാണെന്ന് ഈ ഒറ്റ അടയാളപ്പെടുത്തൽ കൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്നാൽ കാണാം, ഏതെങ്കിലും ഒരു ദേവിയോ ദേവനോ പൂജയോ വിഗ്രഹമോ ഇല്ല. കാരണം നമ്മളാക്കിയവരുടെ ആളുകളാണ് ഇവിടെയുള്ളത്. നമ്മളല്ലാതാക്കിയവരുടെ പടം വെച്ച് നമ്മളെ കൊണ്ട് ആദരിപ്പിക്കുന്ന, ബഹുമാനിപ്പിക്കുന്ന, പൂജിപ്പിക്കുന്ന ഒരു മനോവൈകൃതം എന്ന് പറയുന്നത് കോളയുടെ ഔട്ട്ലെറ്റിന് വേണ്ടി മാത്രം തുറന്നു വയ്ക്കപ്പെട്ടതാണ് ഈ സമര പന്തൽ.